സുധേ എടാ ഞാൻ പോന്നേ സുധിയാ. ഇത് മുഴുവൻ പൊടിയാന്നല്ല, ഇപ്പം തുടച്ചല്ലേ ഇതിൻ്റെ അവസ്ഥ നോക്കിയാട്ടെ. പൊടിയില്ലാത്ത രാജ്യത്ത് ചിന്തിക്കണം. ഇവിടെയെല്ലാം കണക്ക് തന്നെ, കച്ചറയും പൊടി. ഇതെല്ലാം നമ്മൾ അനുഭവിക്കല്ലേ, വേറെ എന്താ ചെയ്യാ. സുധേ വാമോളെ. എന്റെ ബൈജോട്ട് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. എന്തിനാ വിളിച്ചേ? നിന്നെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഒന്ന് കണ്ടിട്ടൊന്ന് പോവാ, അത്രേ ഉള്ളൂ കേട്ടാ. കണ്ടേ ഇനി പോട്ടെ, ബൈ ബൈ. ബൈജോട്ട് ഇന്ന് ഷോപ്പിൽ മീറ്റിംഗ് ഇല്ലേ? ആ മീറ്റിംഗ് ഉണ്ട്, അതല്ലേ വേഗം പോന്ന്. ഇന്നത്തെ മീറ്റിംഗിലെ വിഷയം എന്താണ്? ആത്മീയാണോ ഭൗതികാണോ? ആക്കിയതാന്ന് മനസ്സിലായി. ഇന്നത്തെ വിഷയം ഒന്നും കിട്ടിയില്ലടേ. പോകുമ്പോ എന്തെങ്കിലും വിഷയം വരും, സാധാരണ അങ്ങനെയാണല്ല. ശ്രുതി തമാശയാക്കി പറഞ്ഞത് ശരിയാണ് കേട്ടാ. സാധാരണ ഒരു ജ്വല്ലറിയിലെ സെയിൽസ്മാൻമാരെല്ലാം കൂടിയിട്ടുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുമെങ്കിലും എൻ്റെ മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതാ ശ്രുതി പറഞ്ഞ പോലെ ആത്മീയത, ഭൗതികത അങ്ങനെ ഒരു തലത്തിലേക്കുള്ള ചർച്ചകളാണ് കൂടുതൽ ഉണ്ടാവില്ല. അതായത് ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ: ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, നല്ല മനസ്സുള്ളവരുടെ ജീവിതത്തിൽ എന്നും നല്ലതേ വരുള്ളൂ. ഇതാണ് ഞാൻ എൻ്റെ സെയിൽസ്മാൻമാർക്കും ക്ലാസ് എടുത്ത് കൊടുക്കൽ. ഞാൻ അവരോട് പറയും, നിങ്ങളുടെ മനസ്സെന്നും ശുദ്ധമായിരിക്കണം, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നല്ലത് വരും. നിങ്ങളോ എൻ്റെ ഷോപ്പിലല്ലേ ഉള്ളത്, അപ്പോൾ അക്കൂട്ടത്തിൽ എൻ്റെ ഷോപ്പിനും നല്ലത് വരും, നമുക്കെല്ലാവർക്കും നല്ലത് വരും. അങ്ങനെ ജീവിക്കണം എന്നാണ് ഞാൻ ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കൽ. എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉണ്ട്, എല്ലാവരിലും നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ഏത് വിഷയത്തിനെ പറ്റി സംസാരിക്കണം എന്ന് ചിന്തിച്ച് പോകുമ്പോൾ ദാ കറക്റ്റ് ഒരു സാധനം എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ മെല്ലെ വണ്ടി സൈഡാക്കി. അപ്പോൾ സംഗതി ഞാൻ എടുത്തു നോക്കിയേ. അപ്പോൾ അതിൻ്റെ അകത്ത് സ്വർണത്തിൻ്റെ ഒരു ചെയിനാണ് ഉള്ളത്. തൊട്ടടുത്ത് തന്നെ എനിക്ക് പരിചയമുള്ളൊരു ഷോപ്പ് കണ്ട് ഞാൻ അവിടെ പോയിട്ട് ഈ കാര്യം പറഞ്ഞു. പറഞ്ഞോട്ടാ, ഇത് റോട്ടിൽ നിന്ന് കിട്ടിയാന്നേ, കുറച്ച് സ്വർണ്ണമാണ്, ആരുതാന്നറിയില്ല, എന്തായാലും ആരെങ്കിലും വരാണ്ടിരിക്കൂല, വന്നാലുണ്ടല്ല നിങ്ങൾ ഷോപ്പിലേക്ക് പറഞ്ഞോട്ടെ, ഞാൻ കൊടുത്തോളൂ. ശരി വൈജു, ആരും വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞോട്ടെ. സത്യം പറയല്ല, എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഞാനെന്തോ നല്ല പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു മനസ്സുഖം എനിക്കുണ്ട്. കാരണം ഈ ചെയിൻ എനക്കാന്നല്ല കിട്ടിയത്. ഞാനിതിൻ്റെ ഉടമേനെ കണ്ടെത്തി ആ ചെയിന് തിരിച്ചു കൊടുക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു സന്തോഷം, ആ നന്ദി പ്രകടനം, അത് കാണാൻ പറ്റില്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ എന്നിൽ ഇങ്ങനെ കയറിയിട്ടാണുള്ളത്. അപ്പോൾ രാവിലെ തന്നെയുള്ള മീറ്റിങ്ങിനുള്ള മണിമുട്ടലാന്ന് ഇപ്പം കേട്ടെ. ഇതാണ് നമ്മളെ ഷോപ്പിലെ രീതി. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൽ ഏത് വിഷയം ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇതാ ഒരു വിഷയം കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ വരുമ്പോൾ റോഡ് മുന്ന് കിട്ടിയാന്നേ, ഇതിൽ കുറച്ച് സ്വർണ്ണമാണ്. അപ്പോൾ ഇതാരെന്ന് അറിയില്ല, ആളെന്തായാലും ഇന്ന് വരും. കാരണം അവിടെ ഒരു പീഡിയക്കാരോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിന്, ആളിന്ന് വരും, ഇത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരു സ്വർണം നമുക്ക് വീണ് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് മുമ്പ് ഇതുപോലെ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, പൈസയൊക്കെ വീണിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും അവരിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം ആദ്യം ഇതാ സ്വർണ്ണം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ വീണിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഷബീറ? ബൈജോട്ടാ, എനിക്ക് ഇതുപോലെ ഒരു പേഴ്സ് വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയത്. അതിനകത്ത് പൈസ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പൈസ എല്ലാം ഉണ്ടായിരുന്നു, പോടാ. സുജേഷേ, ഷബീർ അങ്ങനത്തെ ആളൊന്നല്ല, ഓൻ ആള് ഡീസന്റാ, സത്യസന്ധനാ, അത് എനക്കറിയാട്ടാ. എനിക്ക് ഇതുവരെ ഒരു അനുഭവം ഉണ്ടായില്ല, പക്ഷെ ഞാൻ കിട്ടിയാൽ എന്തായാലും കൊടുക്കും. സുജേഷേ, നിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, നീ കൊടുക്കൂല, എനക്ക് ഉറപ്പാ. നീ ബിരിയാണി എന്നുള്ള പോയിട്ട് എരിക്കൊണ്ട്. ബൈജോട്ടാ, എനക്കൊരു ഫാൻസിന്റെ ചെയിൻ കിട്ടിയിട്ടുണ്ടേ, അതാണ് പൊട്ടിയിട്ടുണ്ടേ. അത് ഞാൻ അവിടെ തന്നെ ചാടിയിട്ട് ഞാനങ്ങ് പോയത്. എനിക്ക് വില കൂടിപ്പുള്ളിയൊന്നും ഇതുവരെ കിട്ടിയില്ല ബൈജോട്ടാ. ഉണ്ണി, അത് ഫാൻസി ആയിട്ട് നീ ചാടിയല്ലേ, സ്വർണ്ണത്തെ അങ്ങ് നീ ചാടുവാ. ബൈജോട്ടാ, എനിക്കൊരു വെള്ളിയുടെ മോതിരം കിട്ടിയിരുന്നു. അതിന്റെ ഉടമക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കുറെ കാലം സൂക്ഷിച്ചു വെച്ച്, പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. മോതിരം ആരും വരാത്തോണ്ട് കയ്യിലിട്ട് നടക്കുന്നില്ല. നീ എന്നാലും വെള്ളി മോതിരം ഉപയോഗിക്കണ്ടായിരുന്നു കേട്ടോ, എനിക്ക് സൂക്ഷിച്ചു വെച്ചാൽ പോരായിരുന്നോടാ. വേടാ, അനക്ക് കിട്ടിയാൽ ഞാൻ തിരിച്ചു കൊടുക്കൂല. പണ്ടെന്റെ ചെയിൻ വീണു ഇനി ഇതുവരെ ആരും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ നന്മരാവുന്നു. രാശേ, നീ ആ ചെയ്ത് എന്തായാലും ശരിയല്ല. എന്നറിയാവുക, ഒരാളെ സാധനം നിനക്ക് കിട്ടിയാല് നീ അത് തിരിച്ചു കൊടുക്കണം. നിന്നോട് ഒരാൾ ചെയ്ത് വെച്ചാൽ നീ അവരെ പോലെ തന്നെ കളറാവുകണ്ടേ, അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടില്ലടാ. ബൈജോട്ടാ, എനക്ക് ഒന്നും വീണ് കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടലുണ്ട്, അത് ഞാൻ പിന്നെ കൊടുക്കലുമില്ല. രമേശ് ചേട്ടന്റെ ഷർട്ട് അലക്കുമ്പോൾ ചിലർ പൈസ കിട്ടലുണ്ട്, അത് ഞാൻ കൊടുക്കലില്ല. അത് സാരല്ല സാറിന്, ഭർത്താവിന്റെ പൈസ അല്ലേ, ചട്ടിന്ന് പോയ കാലത്തിൽ അത് ഭർത്താവിന് തന്നെ കിട്ടുമല്ല. വെരി ഗുഡ്. ബൈജോട്ടാ, അനക്കിടക്കിടക്ക് കിട്ടലുണ്ട്. വർഷേ, ഭർത്താവിന്റെ അടിയിട്ടുന്ന കാര്യമല്ല ചോദിച്ചത്. ആ ഒന്നല്ല ഷബീർക്ക,
ഞാൻ നടന്നു പോകുമ്പോ എനിക്ക് 5 റുപ്യന്റെ 10 റുപ്യന്റെ കോയിനെല്ലാം കിട്ടലുണ്ട്. ആ പൈസനെ കൊണ്ട് ഞാനൊന്നും ചെയ്യല്ല ബൈജോട്ടാ. അത് വീട്ടിൽ വരുന്ന ഭിക്ഷക്കാർക്ക് അറ്റം കൊടുക്കും. വർഷനെ കണ്ട് പഠിക്കണം എല്ലാവരും. നോക്കിയാട്ടെ, വർഷന്റെ നല്ല മനസ്സിനൊരു കയ്യടി എടുത്തിട്ട് എല്ലാവരും. അപ്പോ എനക്കെ കൊണ്ടെന്ന് പറയാനുള്ള വെച്ചാല് ഈ ഒരു സാധനത്തിന്റെ ഉടമ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവരെന്തായാലും വരും. അപ്പോ ഈ സാധനം അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഇന്ന് ഒരു നല്ല കാര്യം ചെയ്യാതിരിക്കുന്നു. വേറൊന്നുമല്ല, സുജേഷ് പറഞ്ഞില്ലേ, ഓൻ ഇതുവരെ ഒന്നും വീണിട്ടില്ല. വീണിട്ടാ തിരിച്ചു കൊടുക്കുന്നവരുന്നു. ഒരു കാര്യം ചെയ്യും, എനക്ക് കിട്ടിയ ഈ സാധനം സുജേഷ് ഇന്ന് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്താ, അയാളെ ആ ഒരു നന്ദി, അയാളെ ഒരു മനസ്സ് നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റും. രാകേഷ്, നീ പ്രത്യേകം ശ്രദ്ധിച്ചോ. കാരണം സുജേഷ് കൊടുക്കുമ്പോഴല്ല അയാളെ മനസ്സിന്റെ സന്തോഷം, ആ എന്താ പറയുക, ആ ഒരു ബന്ധം നമുക്ക് കിട്ടുക. പുതിയ നമ്മൾ അത്രയും സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്ത് ഇത്ര വിലപ്പെട്ട സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തിന്റെ സ്നേഹം, ആ വ്യക്തിന്റെ കുടുംബക്കാർ മുഴുവൻ സ്നേഹവും അനുഗ്രഹം നമുക്ക് കിട്ടുക. അപ്പൊ ഇന്ന് ഈ അനുഗ്രഹം കാര്യം കംപ്ലീറ്റ് കിട്ടാൻ പോകുന്നത് നമ്മളെ മാനേജർ സുജേഷ്. കാരണം ഈ വീണ് കിട്ടിയ സാധനം തിരിച്ചു കൊടുക്കുന്നത് സുജേഷാണ്. ശരി, ഏതായാലും ഇന്നത്തെ മീറ്റിംഗ് കൂടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഡ്യൂട്ടി കയറിക്കളാം. ഓക്കെ, ബൈജോട്ടാ, അത് ഞാൻ തന്നെ കൊടുക്കണോ? നിങ്ങൾ കൊടുത്താൽ പോരെ? നിനക്കെന്നാ കൊടുക്കാൻ വേണ്ടി ഇത്ര മടി? ഒരു നല്ല കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്, സന്തോഷിക്കല്ലോ ഡേനി. ശരിയാണ്, എന്നാലും എന്തോ പോലെ വേണ്ടാന്ന് തോന്നുന്നു. സുജേഷേ, എന്തായാലും നീ എന്നെ കൊടുക്കണം. എന്നറിയാവാ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന സുഖമില്ലേ, അത് നീ ഒന്ന് അനുഭവിച്ചറിയും. എന്നാ പിടി. ശരി എന്നാല്. രണ്ട് ദിവസം മുന്നേ എന്റെ സ്വർണം കളഞ്ഞു പോയിനായിരുന്നു. ഇവിടെ ആയിരിക്കും കിട്ടിയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, നിങ്ങളായിരുന്ന ആള്. അത് നമ്മളെ മാനേജർക്കാ കിട്ടിയെന്നെ. സുജേഷേ, അതെനക്കാ കിട്ടിയേ. ഓ, ഞാൻ ആകെ പേടിച്ചു പോയി. ഇന്നത്തെ സ്വർണ്ണ വിലയിലെ ഈ സ്വർണം കളഞ്ഞു പോയ ആരെങ്കിലും തിരിച്ചു തരുമോ? നിങ്ങൾ ചെയ്ത നല്ല കാര്യം കേട്ടോ. ഇതൊന്നും വലിയ സംഭവം ഒന്നല്ല. ഇതാ നിങ്ങളുടെ സാധനം. ഇതിന്റെ അകത്ത് ഒരു മോതിരം കൂടി ഉണ്ടായിരുന്നല്ലോ. മോതിരാ? ഇല്ലല്ല, ഇതിന്റെ അകത്ത് ചെയിന് മാത്രല്ലേ ഉണ്ടായിട്ടുള്ളൂ. അല്ലല്ല, ഇതിന്റെ അകത്ത് ഒരു മോതിരം കൂടി ഉണ്ടായിരുന്നു. സാറേ, എനക്ക് കിട്ടുമ്പോ ഇങ്ങനെ കിട്ടിയേ, മോതിരൊന്നും കിട്ടിയില്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ ബാങ്കിൽ പണയം വെച്ച സാധനം തിരിച്ചു വരുമ്പോഴാണ് ഈ സാധനം മിസ്സാകുന്നത്. ഇതില് മോതിരം ഉണ്ടായിരുന്നു, ചെയിനും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടുമ്പോൾ മോതിരം എവിടെ പോയി? അല്ല സാറേ, എനക്ക് കിട്ടുമ്പോ ഈ ചെയിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ലേ ഷബീർക്ക, നിങ്ങളെ കൂടി കണ്ടതല്ലേ? ഇത് കിട്ടുമ്പോ അപ്പൊ നിങ്ങൾ രണ്ടാളുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി അടിച്ചു മാറ്റിയായിരിക്കും അല്ലേ? അടിച്ചു മാറ്റാനാ? സാറേ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. കിട്ടുമ്പോൾ എനിക്ക് ആ ചെയിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, മോതിരമൊക്കെ കിട്ടിയിട്ടേ ഇല്ല. സാറേ, ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ചെയ്ത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. നിങ്ങളെ രണ്ടാളെ അഭിനയൊന്നും മോശമില്ല, പക്ഷേങ്കിൽ ഇത് എൻ്റെ അടുത്ത് നടക്കൂല. ഇപ്പം ഞാൻ പോകുന്നു. നാളെ വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ 1 പവന്റെ മോതിരം എൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വിവരം അറിയും. സുജേഷേ, അയാൾ നേരത്തെ പോയാ? അല്ല, ബൈജോട്ടിനടി പോയേ. എടാ, എനിക്ക് പെട്ടെന്നൊരു കോള് വന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യം, ഞാൻ എന്നിട്ട് പോയതായിരുന്നു. അല്ല, ഓറ് പെട്ടെന്ന് പോയാ? ഓറെന്തിനെ ചൂടാവുന്ന പ്രശ്നമായിനാ അത്? അവര് പറയുന്ന ബൈജോട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ 1 പവന്റെ മോതിരം ഉണ്ടായിരുന്നല്ലോ. നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ 1 പവന്റെ മോതിരം കൊടുക്കണം പോലും. നമ്മളെന്താ ചെയ്യണ്ടേ? അനക്ക് കിട്ടുമ്പോ ചെയിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അയാള് കളവ് പറയുന്നതായിരിക്കും അവയ്യ. അയാളെ വർത്താനത്തിൽ കളവ് പറയുന്ന പോലെ ഇല്ല എന്ന് വെച്ചാൽ അയാള് ബാങ്കിന്റെ റെസിപ്റ്റ് ഒക്കെ ഉണ്ട് അയാളെ കയ്യില്. ഓ, അതല്ലേ 1 പവനിപ്പോ. എടാ, നമ്മള് ഉപകാരം ചെയ്ത് മോശമായ സുജേഷേ. സത്യം പറയാലോ ബൈജോട്ടാ, അത്രയും വലിയ തൂക്കത്തിലുള്ള സ്വർണ്ണം കിട്ടിയ ഞാൻ എന്തായാലും കൊടുക്കൂല. ബൈജോട്ടൻ വലിയ നന്മവരാകാൻ നിന്നിട്ടല്ലേ. ബൈജോട്ടനല്ലേ കിട്ടിയനി, ബൈജോട്ടൻ തന്നെ കൊടുത്താൽ പോരേനോ? ഇതിപ്പോ നമ്മൾ രണ്ടാളും കൂടി കുടുങ്ങിയില്ലേ? എടാ സുജേഷ്, ഷബീറെ, ഞാൻ നിങ്ങളെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലടാ. ഒരു നന്മയല്ലടാ. നല്ല കാര്യം ചെയ്യുമ്പോ നിങ്ങൾക്കും ആദ്യമായിട്ട് ആ ഒരു അനുഭവം കിട്ടിക്കൊണ്ട് വെച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നു. എടാ, പിന്നെ ഈ നന്മേന്റെ പാത എന്ന് പറയുന്നത് അങ്ങനെ തുടക്കത്തിലുണ്ടല്ല, കല്ലും മുള്ളും ഒക്കെ സഹിച്ചിട്ട് വേണം നന്മയുടെ പാതയിലേക്ക് യാത്ര ചെയ്യാൻ. പിന്നെ അത് നല്ല സ്മൂത്ത് ആവും, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് തുടക്കക്കാരില്ലേ നിങ്ങൾ, അതിൻ്റെതാ. നമ്മക്കെന്ത് പ്രശ്നം വന്നിന്? ബൈജോട്ടനല്ലേ സ്വർണ്ണം വീണ് കിട്ടിനി.
അപ്പോൾ ബൈജോട്ടൻ തന്നെ ആ 1 പവൻ്റെ സ്വർണം കൊടുത്തോട്ടാ. അതെ, ഞാൻ തന്നെയല്ലേ കൊടുക്കണ്ടേ? എനക്കല്ലേ വീട് കിട്ടിയേ, അത് കൊടുക്കാപ്പാ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എടാ, ജീവിതത്തിൽ നല്ല മനുഷ്യന്മാരെ ദൈവം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് അങ്ങനെയാണ് ഇതിന്റെ കഥ. എടാ പാവം ബോസ്, വിഷമായി തോന്നല്ലേ? ടൂറ് നല്ല ഹാപ്പിയില്ല രാവിലെ വന്ന്, ഇപ്പൊ ശരിക്കും വിഷമമായിട്ടുള്ളത്. ഹലോ, ഇത് ജീസസ് ഗോൾഡിലെ ബൈജു അല്ലേ? അതെ അതെ, ബൈജു ആണ്. ആരേത്? എന്നെ മനസ്സിലായില്ലേ? ഞാനിവിടെ വന്നിനായിരുന്നു, ഒരു കളഞ്ഞുപോയ സ്വർണത്തിന്റെ ആവശ്യമായിട്ട് ഞാൻ വന്നിനായിരുന്നു. ആ, നിങ്ങൾ അവിടെ 2 സെയിൽസ്മാൻമാരില്ലേ, അവരെ എനിക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് വിട്ടു തരുമോ? എന്താ കാര്യം? എന്താ? അല്ല, അവര് മോതിരം തരും നിങ്ങൾക്ക്, പേടിക്കാനല്ല, അവര് തരും എന്തായാലും. പിന്നെ പ്രശ്നം അവിടെ കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ ഇതിനെ അപ്പൊ ആദ്യം പ്രശ്നമാക്കുന്നത്? സോറി, അങ്ങനെ ഒരു പ്രശ്നമാക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ്. എന്റെ മോതിരം നിങ്ങൾ സെയിൽസ്മാൻമാര് മോഷ്ടിച്ചു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇപ്പൊ ബാങ്കിൽ നിന്ന് വിളിച്ചു, നിലത്തുനിന്ന് ആ മോതിരം കിട്ടിയിട്ടുണ്ട്. ഓ അതെയാ, മോതിരം കിട്ടിയാ? ഓ സന്തോഷം, സന്തോഷം. കിട്ടിയല്ലോ അല്ലേ? ആ, മോതിരം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കൊരു റിസോർട്ട് ഉണ്ട്, അവിടെ വെച്ചിട്ട് നിങ്ങളെ 2 സ്റ്റാഫിന് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓ, അതിനെന്താ, അതൊന്നും കുഴപ്പമില്ല, അവര് വരും, അവരെ വിളിച്ചാൽ മതി. എന്തായാലും നിങ്ങളെ സ്റ്റാഫിനൊന്ന് ഫോൺ കൊടുക്കാൻ പറ്റുമോ? എനിക്കൊരു സോറി പറയാൻ വേണ്ടിട്ടായിരുന്നു. അതാ ഞാൻ കൊടുക്കാല. ഷബീറ, നേരത്തെ വന്ന സ്വർണത്തിന്റെ ആളല്ലേ? ഓറാന്ന് നിങ്ങളോട് സംസാരിക്കണം. ഹലോ, നിങ്ങളെ പേര്? സുജേഷ്. അപ്പൊ മറ്റേയാളെ പേരോ? ഷബീർ. ആ, സുജേഷേ, സോറി, എന്നോട് ക്ഷമിക്കണം നിങ്ങള്. സാറ് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, അപ്പൊ ഇത് ആർക്കായാലും പറ്റൂലേ. നിങ്ങളെ സ്ഥാനത്ത് ഞാനും കാട്ടാണെങ്കിലേ ഇതിലും മോശപ്പെട്ട രീതിയിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. സുജേഷ്, എന്നാലും ഷബീറിനൊന്ന് ഫോൺ കൊടുക്കോ? ആ, ഷബീറിനല്ല, ഷബീറിന് കൊടുക്കാം കേട്ടാ. ഷബീറെ, ക്ഷമിക്കണേ, അറിയാണ്ട് പറ്റിപ്പോയതാണ്. അത് കുഴപ്പമില്ല സാറേ. അപ്പൊ 2 ആളെയും എന്റെ റിസോർട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ ബോസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളല്ല അവിടെ വരേണ്ടത്, ബോസാണ് അവിടെ വരേണ്ടത്. സത്യത്തിൽ ഈ സാധനം വീണ് കിട്ടിയത് ബോസിനാണ്. അപ്പൊ ബോസാണ് മാനേജറോട് പറഞ്ഞത്, മാനേജർ കൊടുത്തോളാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ബോസിനാണോ കിട്ടിയത്? പിന്നെ എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? സാധാരണ ഓരോ ഫംഗ്ഷന് സമ്മാനദാനമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ബോസ് പോവാറില്ല, മാനേജറെ പോവാ. അതുപോലെ തന്നെ ഇതും ചെയ്തതാണ്. എല്ലാവരും മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കൂടി അടിച്ചു മാറ്റാൻ നോക്കുക ചെയ്യാം. നിങ്ങളെ ബോസ് എന്താ ഇങ്ങനെ ആയിപ്പോയത്? ബോസ് അങ്ങനത്തെ ഒരു ടൈപ്പാണ്, ആളെ പുകഴ്ത്തി പറയുന്നൊന്നും ആൾക്ക് ഇഷ്ടമല്ല, അതാണ്. അങ്ങനെയാണോ? സാറ് ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിട്ടില്ലേ, അപ്പൊ നമുക്കത് അങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. വിഷമം തെറ്റും ബോസിനെ ഉണ്ടായിരുന്നത്. എന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായി പോയല്ലേ. ബോസ് ഇതുവരെ കരയുന്നതൊന്നും ഞങ്ങളാരും കണ്ടിട്ടുണ്ടായില്ല, ആദ്യമായിട്ടാണ് കരയുന്നത് കണ്ടത്. അയ്യോ, കരയുന്ന സാഹചര്യം വരെ ഉണ്ടായോ? ഷബീറെ, ഒന്ന് ഫോണൊന്ന് എന്റെ ബോസിന് കൊടുക്കും. ആ, ഇതായിപ്പോ കൊടുക്കാം. ഹലോ, നിങ്ങൾക്കാന്നല്ലേ ആ സ്വർണം കിട്ടിയത്? ആ ബോസെ, ഞാൻ നിങ്ങളെ സ്ഥാപനത്തിൽ വന്നിട്ട് വളരെ റഫായിട്ട് സംസാരിച്ചു പോയി. അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നിങ്ങളെയാണ്, എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നുമില്ലപ്പാ, നിങ്ങളെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയല്ലേ പറയുള്ളൂ. നിങ്ങൾ ചെയ്ത പോലെ വേറെ ഒരു മുതലാളിയും ചെയ്യില്ല. എന്തായാലും നിങ്ങളെ നല്ല മനസ്സാണ് കേട്ടോ. നമ്മൾ സത്യസന്ധമായി ജീവിക്കുകയെന്നല്ലേ, ആ കാര്യം ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ ജീസൺസിലെ മുഴുവൻ സ്റ്റാഫുകളെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ എന്തായാലും എൻ്റെ റിസോർട്ടിലേക്ക് വിത്ത് ഫാമിലി മുഴുവൻ സ്റ്റാഫുകളെയും ഞാൻ ക്ഷണിക്കുമെന്ന് തീർച്ചയായും വരണം. അത് ശരി, ഞാൻ സ്റ്റാഫിനെല്ലാം കൂട്ടിയിട്ട് എന്നാ വരാം. ഒരു ദിവസം അങ്ങോട്ടേക്ക് വരാം, എന്തായാലും വരും. ഓക്കെ, ശരി, താങ്ക് യു. സുജേഷേ, ഷബീറേ, ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ നല്ലത് ചെയ്താൽ നമ്മളെ തേടി നല്ലത് വരും. ആദ്യം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവടാ, എന്തായാലും അവസാനം വിജയം നന്മയുടെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ക്ഷണിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. എന്തായാലും നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് നമുക്കൊരു നല്ലൊരു സുഹൃത്തിനെ, നല്ലൊരു ബന്ധുവിനെ, നല്ലൊരു കൂടപ്പുറപ്പിനെ നമുക്ക് കിട്ടിയെന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മളെല്ലാം ബൈജോട്ടനെ കുറ്റപ്പെടുത്തുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി ബൈജോട്ട നന്മയാണ് വിജയിക്കാൻ. എന്താണെന്നറിയില്ല, കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രക്ക് സന്തോഷിക്കുന്നത് കേട്ടാ. സത്യമാണ്, ജീവിതത്തിൽ ദുഃഖവും വേണം, എന്നാലേ സുഖത്തിൻ്റെ വില നമുക്കറിയുള്ളൂ. എന്തായാലും ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്.